നല്ലൊരു മനുഷ്യനായിരുന്നു. പറയുമ്പോ പറയണ്ടേ? അളിയാടാ, എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. എനിക്ക് ജോഷുവാടാ, വീട്ടിലൊക്കെ അറിയിച്ചായിരുന്നോ? ഇല്ല, ഇനി വേണം. പിന്നെന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അവന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു വീട്ടിൽ കൊണ്ടുവരുന്ന മുമ്പ് ഈ മുറ്റത്തൊന്ന് കിടത്തണമെന്ന്. ഏത് മുറ്റത്ത്? ഈ മുറ്റത്ത്. ഇവിടെ ഇവിടെ നടക്കൂല, എടുത്തോണ്ട് പോടാ. അളിയാ, എന്ത് മനുഷ്യനാളിയാ നീ? അവന്റെ അവസാനത്തെ ആഗ്രഹമല്ലടാ അത്. അതെ അളിയാ. സിദ്ധുളിയാ, അവന്റെ അവസാനത്തെ ആഗ്രഹമല്ലളിയാ ഒരു 10 മിനിറ്റ് മുറ്റത്ത് കിടത്തിക്കൂടെ? ഒന്നും പറ്റൂല, പോടാ. ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോന്ന് അറിഞ്ഞൂടാ, എന്നാലും ചോദിക്കുക. ആദരാഞ്ജലി നീതിതാരി പോസ്റ്ററില് ഞാൻ തന്നെ എഴുതാ അറിഞ്ഞൂടാ. വേട്ടാവടിയാ ആദരാഞ്ജലി എന്നാണ് എഴുതിയിരിക്കണേ. അവൻ പോയ ഒരു വെപ്രാളത്തില് പറ്റിപ്പോയതാ. എനിക്ക് ഇത്രയൊക്കെ അല്ല അളിയ അറിയാവൂ. ഉണ്ടായിടാ. അളിയ, അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ? എന്തോന്ന്? ടാർപ്പയും പ്ലാസ്റ്റിക് കസേരയും ഞാൻ വിളിച്ച് പറയട്ടെ? പോളിയാ വേണ്ട. എന്താടാ ഇത്? ഷിബു. ശിവളിയാ, നീ ശ്വാസം വിട്ടോ, ഇവിടെ ആരുമില്ല. അളിയൻ പോകുമ്പോ ചേച്ചി ഭയങ്കര കരച്ചിലും വിഷമവും ഒക്കെ ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ നമ്മള് വേണം അതൊക്കെ അറിഞ്ഞ് ചേച്ചി ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കാനായിട്ട്, കേട്ടാ? അതൊക്കെ ഞാൻ ആശ്വസിപ്പിക്കാം. ഇപ്പൊ ശിവചേച്ചിയാണ് ആശ്വസിക്കുന്നത്. ഞാനാ? എന്തിന്? ഷിബു റോക്സ് നാട് വിട്ടല്ലോ. അതിന് ചേച്ചിക്ക് സങ്കടം ഇല്ലേ? എനിക്കെന്ത് സങ്കടം? അവരെങ്ങോട്ടേലും പോട്ട് സങ്കടം. ചേച്ചി, ഷിബു റോക്സ് എങ്ങോട്ടാ പോകുന്നതെന്നെല്ലാം പറഞ്ഞു. പിന്നെ രാവിലെ വന്നപ്പോഴത്തേക്ക് എന്നെ മാറ്റി നിർത്തി എങ്ങോട്ടാ പോകുന്ന എടുത്ത് ടിക്കറ്റും കാണിച്ചെന്ന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പോയത്. ആണോ? ഒരു വീക്ക് ഞാൻ വെച്ചേരും. എന്നോട് എന്തെങ്കിലും പറയുന്ന കണ്ടായിരുന്നാ നീ? ഇല്ല. പിന്നെ നിർത്തണം ചോദിക്കാനായിട്ട്. ഓരോന്ന് പറഞ്ഞുണ്ടായിക്കൊണ്ട് വന്നു. അവരെങ്ങനെ വെച്ചാ പോക്കോട്ടെ, നമുക്ക് എപ്പോ എല്ലാവരും എത്ര വിഷമം അല്ലേ? വേണ്ട, കഴിച്ചു. ചേച്ചി, ഇത് എല്ലാരും കൂടി ഇരിക്കണ ഇപ്പം എന്നെ കൊണ്ട് പറയാൻ പറ്റും തോന്നല്ലോ കേട്ടാ. ചേച്ചി പറ. നീ തന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പറ. ഒരു കാര്യം ചെയ്യും, അളിയും പറയല്ലേ? എനിക്കിതുപോലത്തെ മരണ വാർത്തയൊന്നും പറഞ്ഞ ശീലമില്ല, അതുകൊണ്ടാ. നമ്മൾ പിന്നെ സ്ഥിരം പറഞ്ഞുകൊണ്ടാണല്ലോ നടക്കണേ. ചേച്ചി പോളിയാ. എന്താണ് മാറിയത് സംസാരിക്കുന്നേ? ചേച്ചി വിഷമൊക്കെ മാറിയാ? വിഷമോ? ഇവിളിതൊക്കെ അറിഞ്ഞോ? ഇതല്ല, ഇത് അളിയും മറ്റേ ഗൾഫിൽ പോണെന്ന് പറഞ്ഞില്ലേ, ആ വിഷമം. ബാ ഇങ്ങോട്ട്.
എനിക്ക് അറിഞ്ഞൂടെ എന്റെ ചേച്ചിയെ. ചേച്ചിക്ക് നല്ല വിഷമമായെന്നും ഇപ്പോഴും നല്ല വിഷമമുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പുറത്ത് കാണുന്ന ഗൾഫിലോട്ടല്ലേ പോകുന്നത്. ഇതേന്നും പറഞ്ഞു ഇതാന്ന് വരാൻ പറ്റും ഇല്ല അളിയാ? അത് തന്നെ, ജസ്റ്റ് ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ട് പോകുന്നു, അവിടെ തിരിച്ച് ഫ്ലൈറ്റിൽ കയറി ഇങ്ങോട്ട് വരുന്നു, അത്രയും ദൂരമല്ലേ ഉള്ളൂ. എന്നാ ചില യാത്രകൾ അങ്ങനെ അല്ല, തിരിച്ചു വരാൻ പറ്റാത്ത യാത്രകളും ഉണ്ട്. അതേത് യാത്ര? അതങ്ങനെ ഒരു യാത്ര. ശിവ, ചില ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരും, അതുപോലെ തന്നെ പോവുകയും ചെയ്യും. ആരുടെ കാര്യമാണ് പറയണത്? അളിയന്റെ കാര്യമാണോ? കേശു, ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എനിക്ക് വയ്യ. അതെ ശിവ, ഒരു പാവമായിരുന്നു. ആര്? മോനെ, മോൻ തിരിച്ചു പോകുന്ന കാര്യമൊക്കെ എന്തായി? എന്റെ അമ്മൂമ്മ ആ കാര്യം ഇപ്പൊ സംസാരിക്കണോ? പിന്നെ എപ്പോഴാ സംസാരിക്കണ്ടെന്ന്? നാളെ പോവല്ലേ, നാളെ സംസാരിച്ചാ മതിയോ? പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കണ്ടേ? അമ്മൂമ്മ, നമ്മളെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളും വരും, പക്ഷെ നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യണം അല്ലേ? തരണം ചെയ്യണം. അതല്ലേ കൂടെ പറഞ്ഞല്ലോ, ചോദിക്കൂടെ? കൊറേ നേരം ഞാൻ ക്ഷമിച്ചോണ്ടിരിക്കുന്നത്. എന്തായി പറഞ്ഞോണ്ടിരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ബോത്ത് നോക്കി വാ തുറന്ന് പറയണം, അല്ലാണ്ട് അവിടെ ഇവിടെയും കുളിച്ച് എന്താണ്ടൊക്കെ പറയുന്നേ. അങ്ങനെ അങ്ങ് പറ. എടീ ശിവു പോയി. ഓ പിന്നെ എനിക്ക് അറിയാത്ത പോലെ. എടേ അവനല്ലേ ഇന്ന് രാവിലെ വീട്ടിൽ വന്നിട്ട് പോകുന്ന കാര്യം പറഞ്ഞത്. അവൻ വീട്ടിൽ വന്ന് വിഷമിച്ച് നിന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ ചെയ്തത്? അവനെ പുച്ഛിച്ച് കളിയാക്കി. അവൻ പോട്ട്, എങ്ങോട്ടേലും പോട്ട്. അവൻ ബസ്സിനാണോ ട്രെയിനാണോ പോണെന്ന് പോലും പറഞ്ഞില്ല. പിള്ളേരെ, കൊറേ നേരമല്ലേ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്നൊന്ന് പറഞ്ഞേ. അമ്മൂമ്മ, ശിവു പോയി. അവൻ ഇനി തിരിച്ചു വരൂല, അവൻ പോയി. കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള മോനായിരുന്നു. അന്ന് പൈപ്പ് പൊട്ടിയപ്പോ ഓടി വന്ന് ശരിയാക്കി തന്നില്ലേ? അമ്മൂമ്മേ തികച്ചു വിളിക്കത്തില്ലായിരുന്നു. കുരുത്തക്കേടൊക്കെ ഒരുപാടുണ്ടെങ്കിലും നല്ല സ്നേഹമുള്ള കൊച്ചായിരുന്നു. എന്തായാലും ഇങ്ങനെ പോയത് നന്നായി, അല്ലെങ്കിൽ കേശവൻ ഡാഡി കൊണ്ട് പോകേണ്ടി വന്നു. யாரும் அப்படியெல்லாம் சொல்லாதம்மா. சிபு வந்து அன்னைக்கு என்ன கடத்திட்டு போனாலும் அவன் ரொம்ப பாவம். எனக்கு அவனை ரொம்ப பிடிக்கும். சிபு, உனக்கு நல்லதாப்பா வரும். ഇനി എന്തിനു നല്ലത് വരെ? രാവിലെയും കൂടെ എനിക്ക് മിഠായി എന്നിട്ട് പോയതേ ഉള്ളൂ. സംഭവം നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അളിയ, നമുക്ക് ഇവന്റെ കൂടെ അങ്ങ് പോയാലോ? അതല്ല, ഇവന്റെ വീട്ടിൽ പോയി അടുത്ത കർമ്മങ്ങളിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട്. അത് ചെയ്യാം.
ഇവിടെ നിന്ന് ഇനി പണി പാടും. ഓടിക്കോ. ഏപ്രിൽ ഫൂൾ എങ്ങനെയുണ്ട്? എന്തിനാണ് തല്ലണേ? ചേച്ചി അല്ലല്ലേ പിന്നല്ലാതെ പറഞ്ഞു കൊടുക്കും അങ്ങനെ. എന്തിനാ എല്ലാരും കൂടെ എന്നെ തല്ലണേ? ഏപ്രിൽ ഫൂൾ അല്ലേ? ശിവ ചേച്ചി ഇങ്ങനെയാണോ തല്ലണേ? എവന്റെ നട്ടൽ ഞാൻ ചവിട്ടി വെള്ളമാക്കണ്ട. വേട്ടാവളിയാ, ഇനി നിന്നെ ഈ വീടിന്റെ പരിസരത്ത് കണ്ട ഇപ്പൊ കിടന്നോലെ നിന്നെ ഞാൻ കിടത്ത് കേട്ടാടാ. രണ്ടടി കിട്ടിയ എന്താ? നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് അത് മതിയടാ. പിന്നെ ശിവാനിയാരെ പോട്ടെ, കേശു നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയല്ലേ? എനിക്ക് അത് മതിയടാ, അത് മതി. ഐ ലവ് യു ടൂടാ, ഐ ലവ് യു ടു. പിന്നെ നിങ്ങളൊക്കെ ഞാൻ പറ്റിച്ചില്ലേ? ഇന്ന് ഏപ്രിൽ ഫൂൾ ആണ്. ഏപ്രിൽ ഫൂൾ. എങ്ങനെയുണ്ട്? പോട്ടെ. ഇവനൊക്കെ എന്താ ചെയ്യണ്ടെന്നറിയോ? കയ്യിൽ തരിപ്പ് തരം മാറിയിട്ടില്ല. സിധു വാ, പാക്ക് ചെയ്യാം, നാളെ പോണ്ടേ? അളിയാ, ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോകുന്ന കാര്യമേ ഇവരെ എല്ലാം ഏപ്രിൽ ഫുൾ ആക്കിയതാന്ന് ഞാനിനി എങ്ങനെ പറയൂടാ? ഏപ്രിൽ ഫുൾ ആക്കിയതാന്ന് വല്ലതും പറഞ്ഞ ഇപ്പൊ ലവൻ കിടന്ന പോലെ അളിയും കിടക്കേണ്ടി വരും. ടിക്കറ്റ് എടുത്ത് നാളെ തന്നെ പോണയാണ് നല്ലത്. പറ്റുവാണെങ്കിൽ എനിക്കും അറിഞ്ഞു കൊടുക്കണം.